പിതാവ് മരിച്ചതിന് പിന്നാലെ മണ്ഡപമുണ്ടാക്കി അതിനു മുകളിൽ സ്ലാബിട്ട് ഒരു സമാധി മണ്ഡപം പോലെ പണിതു എന്നാണ് ഈ വീട്ടുകാർ നൽകുന്ന മൊഴി. മാത്രമല്ല വീട്ടുകാർ ചോദിക്കുന്നത് ഈ സമാധിയായ വ്യക്തി അദ്ദേഹം പറഞ്ഞിരുന്നു താൻ സമാധിയാകുമ്പോൾ നാട്ടുകാരെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കേണ്ടതില്ല, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യണം, അതിനുശേഷം മാത്രം അറിയിക്കേണ്ടവർ അറിയിച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് മക്കളും ഭാര്യയും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അതായത് സമാധിയായ ശേഷം മറ്റ് കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് സമാധി മണ്ഡപം സ്ഥാപിച്ച ശേഷം അത് ഈ പോസ്റ്റർ ഒട്ടിച്ചു. അങ്ങനെ നാട്ടുകാർ വിവരം അറിയുന്നു. അപ്പോൾ നാട്ടുകാർക്ക് വളരെ ശത്രുതയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തോട് വലിയ രീതിയിലുള്ള ശത്രുതയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് നമ്മളിപ്പോൾ അവർ സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല അവർ വ്യക്തമായിട്ട് ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ചെയ്തു, അതിന് നാട്ടുകാർക്ക് എന്താണ്, ഈ ഒരു ഇവിടെ ക്ഷേത്രമുണ്ട്, അദ്ദേഹം വളരെ നാളായിട്ട് ഇവിടെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ നമ്മൾ കണ്ടതുപോലെ വീടിൻ്റെ അടുത്ത് ക്ഷേത്രവും അതുപോലെ തന്നെ അത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ രീതിക്ക് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരുടെ ദുരൂഹത അല്ലെങ്കിൽ നാട്ടുകാരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് സമാധി ആയെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നാട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു വ്യക്തി മരിക്കുന്നു, അദ്ദേഹത്തെ സമാധിയായി എന്ന് വീട്ടുകാർ പറയുന്നു, ഒരു മണ്ഡപം സ്ഥാപിച്ച് അതിനകത്ത് ആ വ്യക്തി ഇരുത്തുന്നു. അതിനിടയിൽ എന്താണ് സംഭവിച്ചത്, ഈ സമാധി ആയി എന്ന് പറയുന്ന ആ സമയത്ത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ഒരു വ്യക്തി മരിക്കുന്നത്, അതിനൊരു കാരണമുണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മരണത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ സമാധിയായത് എങ്ങനെയാണ് എന്ന ഒരു സംശയമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നത് പകൽ പോലെ സത്യമായ കാര്യം തന്നെയാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ പല വിശ്വാസങ്ങളും ആചാരങ്ങളും നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം. അങ്ങനെ ഒന്നും മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ളൊരു ആഗ്രഹമാണ് നാട്ടുകാർ പ്രകടിപ്പിച്ചത്. തീർച്ചയായിട്ടും പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് കാവലിലാണ് ഇപ്പോൾ ആ ഒരു സമാധി മണ്ഡപം ആയിരിക്കുന്നത്. വീട്ടുകാർ അടുത്ത് തന്നെയുണ്ട്. നാട്ടുകാർ പറഞ്ഞതുമല്ല നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി ഭരണകൂടം എന്ത് തീരുമാനത്തിലേക്കാണ് പോകുന്നത്, ഇനി ഈ ഒരു സമാധി പീഠം പൊളിച്ചു മാറ്റുമോ അല്ലെങ്കിൽ പൊളിച്ചു മാറ്റിയ ആളെ പുറത്തെടുത്ത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിന് വീട്ടുകാർ സമ്മതിക്കുമോ എന്നൊരു ചോദ്യവും ഇതിനോടകം ശക്തമായി കഴിഞ്ഞു. ആ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സമാധി മണ്ഡപം പൊളിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് വീട്ടുകാർ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ജില്ലാ കളക്ടർക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഭരണകൂടം തീരുമാനിക്കും എന്താണ് മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരം ബാലരാമപുരത്തുള്ള ഈ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്.